റൂത്ത് അധ്യായം 3. ബോവസിന്റെ മെതിക്കളത്തിൽ. അവളുടെ അമ്മായിയമ്മ നവോമി അവളോട് പറഞ്ഞു, എൻ്റെ മകളെ, നിനക്ക് നന്മയാകുന്ന ഒരു സമാശ്വാസം നിനക്കായി ഞാൻ അന്വേഷിക്കേണ്ടതല്ലേ? നീ ആരുടെ ഭൃത്യകളുമൊത്തായിരിക്കുന്നുവോ ആ ബോവസ് നമ്മുടെ പരിചയക്കാരനല്ലേ? ഇതാ അവൻ രാത്രി ബാർലി മെതിക്കളം പാറ്റുന്നുണ്ട്. നീ കുളിച്ച് പരിമളം പൂശി നീ വസ്ത്രമണിഞ്ഞ് മെതിക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എന്നാൽ അവൻ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും കഴിയുന്നതുവരെ അവന് നീ സ്വയം വെളിപ്പെടുത്തരുത്. അവൻ കിടക്കാറാകുമ്പോൾ അവൻ ശയിക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാൽ കീഴ് അനാവൃതമാക്കി അവിടെ കിടക്കുക. നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ നിന്നോട് വിവരിക്കും. അവൾ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യാം. അവൾ മെതിക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ അമ്മായിയമ്മ നിർദ്ദേശിച്ചതുപോലെയെല്ലാം പ്രവർത്തിച്ചു. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടചിത്തനായി ബോവസ് ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികു പറ്റി കിടക്കാൻ ചെന്നു. അപ്പോൾ അവൾ രഹസ്യത്തിൽ ചെന്ന് അവൻ്റെ കാൽ കീഴ് അനാവൃതമാക്കി കിടന്നു. അർദ്ധരാത്രിയായപ്പോൾ അയാൾ ഞെട്ടിത്തിരിഞ്ഞു